ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്ന് കേസ് സ്റ്റഡിയാണ്, അതായത് ഒരു കേസും അതിൻ്റെ സ്റ്റഡിയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഈ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് ഹൗ ടു ഗെറ്റ് ഓവർ യുവർ ഫെയിലിയർ. നിങ്ങളുടെ പരാജയത്തിൽ നിന്നും എങ്ങനെ മുന്നേറാം, അല്ലെങ്കിൽ പരാജയം മറന്ന് അല്ലെങ്കിൽ പരാജയം ഉപയോഗിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാര്യമാണ്. സോ പരാജയത്തെ പല രീതിയിലുള്ള വീക്ഷണങ്ങളാണ് ഇവിടെ വരുന്നത്. പരാജയത്തിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ്. 3 ഡിഫറെൻറ്റ് വളരെ അറിയപ്പെടുന്ന വ്യക്തികളുടെ കാഴ്ചപ്പാടിൽ കൂടി തന്നെ നമുക്കിത് മനസ്സിലാക്കാം. സോ ഫ്രണ്ട്സ്, പരാജയം എന്നുള്ളത് പല കൂട്ടുകാർക്കും നൈറ്റ്മെയർ ആണ്, പേടി സ്വപ്നമാണ്. സോ ഈ പരാജയത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പാക്കി മാറ്റുന്നതാണ് പല കൂട്ടുകാർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്നുള്ളത്. പക്ഷേ അതിൽ നിന്നും മാറി ചിന്തിക്കാനാണ് 3 വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ കൂടി, അവരുടെ പ്രവൃത്തികളിൽ കൂടി, അവരുടെ വർക്കിൽ കൂടി നമുക്ക് കാണിക്കാൻ പോകുന്നത്. അവർ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അവരുടെ പ്രൊഫൈൽസും അവരുടെ വർക്ക്സും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ പറ്റും. അവരുടെ ഹൈറ്റ്സ് ഏത് ലെവൽ വരെ അവരുടെ കരിയർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും ഈ 3 വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം പരാജയത്തെ അവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. എലോൺ മസ്ക് ആണ് ആദ്യമായിട്ടുള്ള വ്യക്തി. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച എന്നാൽ അമേരിക്കയിലെ ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറാണ്, ഒരു ഓൺട്രപ്രണറാണ്. അതോടൊപ്പം പേപാൽ കോഫൗണ്ട് ചെയ്തിട്ടുണ്ട്. എയറോസ്പേസ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയായ സ്പേസ് എക്സ്, കൂടാതെ ടെസ്ലയുടെ ഏർലി ഇൻവെസ്റ്ററും ഇപ്പോൾ അതിൻ്റെ സിഇഒയുമാണ്. അതോടൊപ്പം സോളാർ സിറ്റി, അതായത് സോളാർ പവർ സിസ്റ്റംസ് പ്രൊവൈഡറാണ്, അതിൻ്റെ ഹെഡാണ്. അതോടൊപ്പം ന്യൂറാലിങ്ക്, അതായത് ന്യൂറോ ടെക്നോളജി കമ്പനി, ഇത് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഹ്യൂമൻ ബ്രെയിനുമായി വയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് രണ്ടും ഉപയോഗിച്ച് അനന്ത സാധ്യതകൾ കണ്ടെത്തുന്ന ഒരു കമ്പനിയാണ്. അതോടൊപ്പം ദ ബോറിംഗ് കമ്പനി എന്ന പേരിൽ, അതായത് ടണൽസ് ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഹൈപ്പർ ലൂപ്പും മറ്റും ഇവരുടെ ഏറ്റവും വലിയൊരു സാങ്കേതിക വിദ്യ തന്നെയാണ്. സോ എലോൺ മസ്കിൻ്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയൊരു കേസ് സ്റ്റഡിയാണ്. അദ്ദേഹത്തെ തന്നെ വളരെ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇന്നത്തെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ട് തന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. നമ്മളിൽ പല കൂട്ടുകാരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു റോങ് ആയ കാര്യമാണ് ബിടെക്കിനെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. അതായത് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന ഒരു കാര്യം പറഞ്ഞു നടക്കുന്ന, ഏത് എപ്പിസോഡ് ചെയ്താലും അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരാണ്. അവർ മനസ്സിലാക്കേണ്ടത് എലോൺ മസ്ക് ഒരു എഞ്ചിനീയർ ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പേപാലിന് ആവശ്യമായ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. സോ അദ്ദേഹം ഡയറക്റ്റ്ലി റെസ്യൂമെ പിടിച്ച് എല്ലാവരോടും കംപ്ലയിൻറ്റ് പറഞ്ഞ് മുന്നോട്ട് പോയ ഒരു വ്യക്തിയല്ല. സ്വന്തമായ ഒരു ഡെസ്റ്റിനി ബിൽഡ് ചെയ്തൊരു വ്യക്തിയാണ്. ഇമ്പോസിബിളായ കാര്യത്തെ പോസിബിളാക്കി മാറ്റിയ ആളാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഓരോ കമ്പനിയും, അത് പേപാലായാലും ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ട്, സ്പേസ് എക്സ്, അതായത് ഭൂമിയിൽ നിന്ന് അന്യഗ്രഹങ്ങളിൽ പോയി മനുഷ്യന്മാരുടെ ജീവിതം അവിടെ പ്രോസ്പെറസ് ആക്കണം എന്ന് നിർവചിക്കപ്പെടുന്ന ഒരു കമ്പനിയുടെ ഹെഡാണ്. അതോടൊപ്പം സോളാർ സിറ്റി, അതായത് ആൾട്ടർനേറ്റ് എനർജിയുടെ അനന്ത സാധ്യത കണക്കാക്കുന്ന, അതോടൊപ്പം ന്യൂറാലിങ്ക്, നമുക്കറിയാവുന്നതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതോടൊപ്പം ബോറിംഗ് കമ്പനി പോലുള്ള വളരെ ഇൻവെൻറ്റീവായ കമ്പനികളുടെ സ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് പരാജയത്തോട് എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫെയിലിയറിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് ആ ഫെയിലിയറിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ഫെയിൽ ആകും അല്ലെങ്കിൽ പരാജയപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിവേ യു ഡു ഇറ്റ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വേഴ്സ്റ്റ് ക്യാൻ ഹാപ്പൻ ഇസ് യു വിൽ ലൂസ്. നിങ്ങൾ തോൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വേഴ്സ്റ്റായി നടക്കാൻ പോകുന്നത്. അതിനേക്കാൾ ഒന്നും ചെയ്യാനും പോകുന്നില്ല. സോ ആ ഒരു ധൈര്യം സംഭരിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളത് ചെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നിന്ന് തന്നെ ഇത്രമാത്രം കമ്പനികൾ, വളരെ ടെക്നോളജി ഓറിയൻറ്റഡായ, ഇന്നൊവേറ്റീവായ, നല്ല രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന കമ്പനികൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്.
2014 അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുകയാണെങ്കിൽ പല മിഷൻസും പ്രൊജക്ട്സും ഫെയിലാകുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിച്ചടി ഏൽക്കുകയും സ്വന്തം കല്യാണം അതായത് മാരേജ് പോലും നെഗറ്റീവായ രീതിയിൽ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ആ കണ്ണുനീര് വീഴുന്ന ആ സമയത്ത് പോലും അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത കാര്യമാണ്, ഫെയിലിയർ ഞാൻ ഫേസ് ചെയ്യുക തന്നെ ചെയ്യും. അദ്ദേഹം ഫേസ് ചെയ്തു. ഈയിടെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായി, അതായത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള വ്യക്തിയായിട്ട് വരെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിപ്പോൾ മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഗഡ്സ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എൻജിനീയേഴ്സായ ആൾക്കാർ, എൻജിനീയറിംഗ് സ്റ്റുഡൻസ്, ഇവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു മിനിമം സബ്ജക്ട്സ് പഠിച്ച് പാസ്സായി മുമ്പോട്ട് പോയി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നേടാം എന്ന യാതൊരു വാശി പിടിക്കരുത് എന്നുള്ളതാണ്. പരാജയങ്ങൾ പല രീതിയിൽ വരും. ആ പരാജയങ്ങളെ വളരെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനുള്ള കഴിവാണ് നിങ്ങളെ നിർവചിക്കുന്നത്. അതാണ് നിങ്ങളുടെ സക്സസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തിയാണ് റിച്ചാർഡ് ബ്രാൻസൺ എന്നുള്ളത്. അദ്ദേഹത്തെ സർ പദവി നൽകി ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സർ റിച്ചാർഡ് ചാൾസ് നിക്കോളാസ് ബ്രാൻസൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ഇംഗ്ലീഷ് ബിസിനസ്മാനാണ്, അതായത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു ഇൻവെസ്റ്ററാണ്. പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓഥർ കൂടിയാണ്. 1970കളിലാണ് വിർജിൻ ഗ്രൂപ്പ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം 400-ൽ കൂടുതൽ കമ്പനികൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും വമ്പനാണ്. ആളൊരു സംഭവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫെയിലിയറോടുള്ള, അതായത് പരാജയത്തെ എങ്ങനെ അദ്ദേഹം നോക്കിക്കാണുന്നു, ഹൗ ടു ഗെറ്റ് ഓവർ യുവർ ഫെയിലിയർ എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തന്ന മറുപടി ഇതാണ്. അദ്ദേഹം ഒരു പരാജയത്തെ നോക്കിക്കാണുന്നത് ഹൗ ടു ഫോക്കസ് ഓൺ ലേണിംഗ് ഇൻ ലോങ് ടേം, അതായത് ആ പരാജയത്തിൽ നിന്ന് എങ്ങനെ പാഠം ഉൾക്കൊള്ളാം, അതും ലോങ് ടേമിലേക്ക്. ജീവിതം എന്നുള്ളത് ഒരു ഷോർട്ട് ടേമായ കാര്യമല്ല, ഒരു ലോങ് ടേമാണ്. 1-2 ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ 3 മാസമോ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയൊരു ഡിസ്പ്ലഷർ അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് ഈ പരാജയത്തിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വരാം. സമൂഹത്തിൽ നിന്നും ആൾക്കാരിൽ നിന്നും ചോദ്യങ്ങൾ വരും എന്ന പേടിയോ നാണക്കേടോ ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇത് നൽകാൻ പോകുന്നത് വലിയ ഒരു വിജയം തന്നെയാണ്. അദ്ദേഹം 400-ൽ കൂടുതൽ കമ്പനികൾ കൺട്രോൾ ചെയ്യുന്നു, ഹെഡ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഈ 400 കമ്പനികളിൽ മാക്സിമം കമ്പനീസും ചിലപ്പോൾ ലോസിലായിരിക്കാം, ചിലപ്പോൾ ഓൺ ആവറേജ് ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യമാണ്, അതായത് പഠിക്കാനുള്ള ആഗ്രഹമാണ്. ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണ്, എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാം, വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല കൂട്ടുകാരും നമുക്കിടയിൽ ഉണ്ട്. അവർ പറയുന്നത് അത് ചെയ്താൽ വിജയിച്ചു പോകും എന്ന നിർബന്ധമില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ കോൺഫിഡൻസ് നൽകേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ വീടുകൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഒരു ജോലി നേടുക, അങ്ങനെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു സേഫ്റ്റി, ഒരു സെക്യൂർ ജോബ് നൽകുക അല്ലെങ്കിൽ നേടുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളും ആ രീതിയിലുള്ള ലൈഫാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ സമയം വളരെ ഡിഫറെൻ്റ് ആണ്. പല രീതിയിലുള്ള റിസഷൻസ് 2007-8 സമയത്തും 2010-11-12 സമയത്തും അതോടൊപ്പം 2020-ൽ സ്റ്റാർട്ട് ചെയ്ത പാൻഡമിക് ആയാലും റിസഷനുകളുടെ വേലിക്കയറ്റമാണ് കണ്ടത്, എനിക്ക് കാണാൻ പോകുന്നത്. പണ്ട് 1960-കളിലും 70-കളിലും 80-കളിലും ഫോളോ ചെയ്ത ഒരു ഫിലോസഫി വിത്ത് റെസ്പെക്ട് ടു ജോബ് എന്തായാലും നമുക്കിനി നമ്മുടെ കുട്ടികളിൽ കാണാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പല പബ്ലിക് കമ്പനീസും, അതായത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്ത കമ്പനീസും അത് സ്വകാര്യ കൈകളിലേക്ക് എത്തുകയാണ്. സോ പ്രൈവറ്റ് കമ്പനികൾ എന്ന രീതിയിലായിരിക്കും ആ കമ്പനികളൊക്കെ റൺ ചെയ്യാൻ പോകുന്നത്. ഇത് നല്ലതോ ചീത്തയോ എന്നല്ല നമ്മുടെ ടോപ്പിക്കിൻ്റെ കാര്യം. നല്ല രീതിയിൽ നിങ്ങൾ പണിയെടുക്കുകയാണ്, നിങ്ങൾക്കതിൻ്റെ റിസോഴ്സസ് ഉണ്ട്, അതായത് യു ആർ റിസോഴ്സ്ഫുൾ, അതോടൊപ്പം നിങ്ങൾ ക്രിയേറ്റീവാണ്, നിങ്ങളെ കൊണ്ട് കമ്പനിക്ക് ഉപയോഗമുണ്ട് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈവറ്റ് കമ്പനികളിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതല്ലാതെ 9 മണിക്ക് കയറി ചെക്ക് ഇൻ ചെയ്ത് 4 മണിക്ക് സ്വൈപ്പ് ഔട്ട് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മുന്നോട്ട് പോയി ഒരു ഗവൺമെൻറ് ജോബ് ഉള്ള ആളാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രീതിയിലുള്ള ലൈഫൊന്നും ഇനി മനസ്സിലാക്കാനില്ല എന്നുള്ളതാണ്. ചില കൂട്ടുകാർ ഇങ്ങനെയുമുണ്ട്, അതായത് PSC ഒക്കെ എഴുതി ഏതെങ്കിലും രീതിയിലൊരു ജോബൊക്കെ കൈക്കലാക്കി ആ ജോബിൽ ഒരു താൽക്കാലിക ലീവ് എടുത്ത് ഗൾഫിൽ വന്ന് ഇവിടെ ജോലി ചെയ്ത് അവിടെ ജോലി ബ്ലോക്ക് ചെയ്ത്
അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരനെ പർട്ടിക്കുലർ ജോബിലേക്ക് എടുക്കുന്നു. ഇവിടെ ഇദ്ദേഹം ഗൾഫിൽ വന്ന് വേറെ ജോലി ചെയ്യുന്നു, അത്യാവശ്യം കാശൊക്കെ ആക്കി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു, എന്നിട്ട് വീണ്ടും ആ ഒരു ജോബ് എടുക്കുന്നു. ഈ രീതിയിലുള്ള വളരെ പത്തറ്റിക്കായ ലൈഫ് സ്റ്റൈൽ വരെ ഫോളോ ചെയ്യുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള വളരെ നീചമായ എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ തീർച്ചയായും മാറേണ്ടിയിരിക്കുന്നു എന്ന കാര്യവും നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഏതായിരുന്നാലും റിച്ചാർഡ് ബ്രാൻസൻ്റെ അതായത് പരാജയത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരാജയം വരുമ്പോൾ അതിൻ്റെ ലോങ് ടേം ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചും ആ ലേണിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നേടാൻ പറ്റുന്ന വമ്പൻ വിജയ സാധ്യതകളെക്കുറിച്ചുമാണ് നമ്മൾ കൂടുതൽ കൺസേൺഡ് ആകേണ്ടത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും വ്യക്തിയാണ് സാറ ബ്ലേക്ക്ലേ എന്നുള്ള ഒരു പേര്. സ്ത്രീ ശക്തിയുടെ ഒരു ഉദാഹരണമാണ്. അവർ ഒരു ബിസിനസ് വുമൻ കൂടിയാണ്, ഓൺട്രപ്രണറാണ്, ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് കൂടിയാണ്, സ്പാങ്സ് കമ്പനിയുടെ ഫൗണ്ടർ കൂടിയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്നും ഉയർച്ചയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം സ്ത്രീകളോട് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പല രീതിയിലുള്ള വെല്ലുവിളികളും ഏറ്റെടുത്ത് അതിനെയൊക്കെ തരണം ചെയ്തും ആണ് അവർ ഇന്ന് ഈ രീതിയിലുള്ള ഒരു ഔന്നിത്യത്തിലേക്ക്, അതായത് ഏറ്റവും നല്ലൊരു ഹൈറ്റിലേക്ക്, പവറിലേക്ക് എത്തിയിട്ടുള്ളത്. സോ അവരോടും ഇതേ ചോദ്യം കോയിൻ ചെയ്തിരുന്നു, അതായത് ഹൗ ടു ഗെറ്റ് ഓവർ യുവർ ഫെയിലിയർ, എങ്ങനെ നിങ്ങൾ പരാജയത്തിൽ നിന്ന് മുന്നേറും എന്ന് ചോദിച്ചപ്പോൾ അവരുടെ റെസ്പോൺസാണ് ഏറ്റവും കൂടുതൽ രസകരമായും വളരെ ഇൻട്രസ്റ്റിങ്ങുമായിട്ട് തോന്നിയത്. അതായത് അവർ ഓരോ പരാജയത്തെയും സക്സസ്സിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ്, വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഗഡ്സിയായ ഒരു ആൻസറാണ്. ഈ രീതിയിലുള്ള ഒരു ധൈര്യം, ഒരു ക്രിയേറ്റീവ് മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? അത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ രീതിയിൽ പരാജയത്തെ വളരെ നല്ല രീതിയിൽ കാണുന്ന, പരാജയത്തെ പോസിറ്റീവായി കാണുന്ന, ഫെയിലിയർ പേടിക്കാത്ത ആൾക്കാണ് നല്ല രീതിയിൽ തന്നെ ഫെയിലിയർ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫെയിലിയർ മാനേജ്മെൻ്റ് ഇല്ലാതെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. തീർച്ചയായും പരാജയം ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. പല രീതിയിൽ പല സമയത്തിൽ വരും. അതിനെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്നുള്ളത്. ഫെയിലിയറിനെ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക, അതോടൊപ്പം അതിനെ ഒരു ലോങ് ടേം ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാക്കി മാറ്റുക. അതിനോടൊപ്പം ചെയ്യുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് ഇതിനെ നിങ്ങൾ ഒരു ചവിട്ടുപടിയായി, സ്റ്റെപ്പിംഗ് സ്റ്റോണായി ടുവേർഡ്സ് ദ സക്സസ്, ദ അൾട്ടിമേറ്റ് സക്സസ് എന്ന കാര്യമാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കേസ് സ്റ്റഡി. 3 പ്രമുഖ വ്യക്തികൾ ലോകത്തിൻ്റെ തന്നെ കാര്യങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ, അല്ലെങ്കിൽ ഡെഫിനിഷനെ മാറ്റിമറിച്ച വ്യക്തികളാണ്. ഇവരുടെ വാക്കുകളിൽ കൂടി, ഇവരുടെ ജീവിതത്തിൽ കൂടി നമുക്ക് പരാജയത്തെ മനസ്സിലാക്കാനുള്ളത്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ആശയങ്ങളും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.